ഓരോ ദിവസവും പുറത്തു വരുന്നത് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. പരസ്പര ഇഷ്ടത്തോടെ ഒരുമിച്ച് ജീവിതം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ പങ്കാളി പുറത്തെടുത്തത് തനിനിറം. കൊച്ചിയിൽ യുവമോർച്ച നേതാവിനെതിരെ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിക്ക് പറയാനുണ്ടായിരുന്നു രാവും പകലും നീണ്ട പീഡന പരമ്പരകളെക്കുറിച്ചുള്ള കഥകൾ. വാടകയ്ക്ക് നൽകിയ വാഹനം ചോദിച്ചെത്തിയ കാർ ഉടമയെ ബലമായി പിടിച്ച് കാറിന്റെ ബോണറ്റിലിട്ട് യാത്ര ചെയ്ത വാർത്തയും നാടിനെ ആകെ ഞെട്ടിച്ചു. അതിരുകടന്ന് കഞ്ചാവും ഹാഷിഷുമൊക്കെ വീണ്ടും വീണ്ടും എത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടിയാണ്. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ യുവതിക്ക് നേരെ യുവമോർച്ച നേതാവിന്റെ ക്രൂര മർദ്ദനം. ലിവിംഗ് ടുഗദർ റിലേഷനിൽ കഴിഞ്ഞ യുവതിയാണ് പങ്കാളിയും യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഗോപു പരമശിവൻ തലങ്ങും വിലങ്ങും മർദ്ദിച്ചത്. മൊബൈൽ ചാർജർ ഉപയോഗിച്ചായിരുന്നു ക്രൂരത. യുവതിയുടെ പരാതിയിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത മരട് പോലീസ് ഗോപു പരമശിവനെ കസ്റ്റഡിയിലെടുത്തു. പങ്കാളിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ എറണാകുളം യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ പോലീസ് കസ്റ്റഡിയിലായി. അതിനുശേഷം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി അവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോപു പരമശിവനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് യുവതി ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ മുതുകിലും കയ്യിലും കാലിലുമൊക്കെ വലിയ മുറിവുകൾ, ഈ ചാർജർ കേബിൾ കൊണ്ട് അടിച്ചിട്ടുള്ള മുറിവുകൾ അതിക്രൂരമായ രീതിയിലാണ് മർദ്ദിച്ചിരുന്നുള്ള വ്യക്തമാക്കുന്ന തരത്തിലുള്ള മുറിവുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇത് നിരന്തരമായി കഴിഞ്ഞ 5 വർഷമായി ഇവർ തമ്മിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. ഈ 5 വർഷവും ഈ യുവതി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പോലീസിനോട് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് 5 വർഷമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതിന് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഉപദ്രവം മതിയായി. സഹിക്കണതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ചാർജറിന്റെ കേബിളും കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതെ, ഇല്ല ഇല്ല കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതെ അതെ, എന്റെ കയ്യിൽ മൊത്തം പാടുണ്ട്. ഇത് കണ്ട എന്നെ തല്ലിയത്, എന്റെ ശരീരത്തിൽ മൊത്തം പാടാണ് തല്ലിയത്. ഇവര് ഡിവോഴ്സിയാണ്. അതായത് ആദ്യത്തെ വിവാഹത്തിൽ ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുവതി ഓരോ തവണയും മർദ്ദനം ഉണ്ടാകുമ്പോൾ അത് മറച്ചു വെച്ചിരുന്നത്. ഇയാൾ ഓരോ തവണയും കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. അത് ഭയന്നിട്ടാണ് ഓരോ തവണയും മർദ്ദനം ഉണ്ടാകുന്നത് മറച്ചു വെക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ ഈ ഗോപുവിന് ദേഷ്യം തോന്നുമ്പോഴൊക്കെ ഇത്തരത്തിൽ യുവതിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് യുവതിയെ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട് പോലീസ്. അതിനുശേഷമാണ് ഗോപുവിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതേസമയം പറ്റിപ്പോയതാണ്, താനിങ്ങനെ നിരന്തരം മർദ്ദിക്കാറില്ല, അത് ഒരു സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് ഗോപു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും ഗോപുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് യുവതി ഏറ്റുവാങ്ങേണ്ടി വന്നെന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും എന്നാണല്ലോ. പോലീസിനെ വെട്ടിച്ചു കടക്കുകയും മോഷണങ്ങൾ ആവർത്തിക്കുകയും ചെയ്ത കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് കാസർഗോഡ് പിടിയിലായി. സൂപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടയിൽ തൊരപ്പനെ നാട്ടുകാരാണ് സാഹസികമായി പിടികൂടുന്നത്. രക്ഷപ്പെടാനായി കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞ നിലയിലാണ്. മേൽപ്പറമ്പിലെ ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് തൊരപ്പനെ നാട്ടുകാർ അതിസാഹസികമായി പിടികൂടിയത്. രക്ഷപ്പെടാനായി കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ പ്രതിയുടെ കാലൊടിഞ്ഞ നിലയിലാണ്. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ തൊരപ്പൻ സന്തോഷ്
കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുലിക്കുരമ്പ സ്വദേശിയാണ്. പുലർച്ചെ 1 മണിവരെ സമീപത്തെ കുറ്റിക്കാട്ടിൽ കവർച്ചയ്ക്ക് അനുകൂല സമയം തെരഞ്ഞെടുത്ത ശേഷം കടയുടെ ഷട്ടറിലെ പൂട്ട് പൊളിച്ച് അകത്ത് കിടന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് 3000 രൂപ കൈക്കലാക്കി. കടയുടെ സമീപത്തെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ എടുക്കാനായി യുവാക്കൾ എത്തിയതോടെയാണ് മോഷ്ടാവിന് വിനയായത്. കടയുടെ അകത്ത് നിന്ന് ശബ്ദം കേട്ട യുവാക്കൾ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ആൾക്കാരെത്തി കെട്ടിടം വളഞ്ഞപ്പോൾ രക്ഷപ്പെടാനായി മോഷ്ടാവ് 1-ാം നിലയിൽ നിന്ന് താഴേക്കു ചാടി. കാലൊടിഞ്ഞതിനാൽ രക്ഷപ്പെടാനായില്ല. സ്ഥാപന ഉടമ കെ അനൂപിന്റെ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. വാഹനം വാടകയ്ക്ക് കൊടുത്താൽ അത് തിരിച്ചേൽപ്പിക്കുകയാണ് ഉത്തരവാദിത്വം. എന്നാൽ തൃശൂരിൽ നടന്നത് അതായിരുന്നില്ല എന്ന് മാത്രമല്ല, വാഹനം തിരികെ ചോദിക്കാനെത്തിയ ഉടമയെ ബോണറ്റിന് മുകളിലിട്ട് വാഹനം അതിവേഗത്തിൽ ഓടിച്ചു. പ്രാണഭയത്തോടെ കാറിന് മുകളിൽ കിടന്ന് നിലവിളിക്കുന്ന കാർ ഉടമയുടെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ആലുവ സ്വദേശിയായ സോളമൻ തൃശൂർ തിരൂർ സ്വദേശിയായ ബക്കറിന് വില കൂടിയ 2 കാറുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു. പിന്നീട് ഈ വാഹനങ്ങൾക്ക് പകരം ബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകാമെന്ന ധാരണയായിരുന്നുവെങ്കിലും ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ കാർ ഉടമ പോലീസിൽ പരാതി നൽകി. വാഹനങ്ങൾ അന്വേഷിച്ചെത്തിയ ഉടമയുമായി വാഹനം വാടകയ്ക്ക് എടുത്തയാൾ തർക്കത്തിലായി. ഇതോടെ ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അകപ്പെടുത്താൻ ശ്രമിക്കും വിധം വാഹനം ഓടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോ ഞാൻ വട്ടം നിന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടിലെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. കിലോമീറ്ററുകളോളം സോളമനെ ബോണറ്റിൽ കിടത്തി സഞ്ചരിച്ച വാഹനം ഒടുവിൽ നാട്ടുകാർ ചേർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തടഞ്ഞു നിർത്തിയത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 തൃശൂർ. തിയേറ്ററിലെ ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്റർ തൃശൂരിലെ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയായിരുന്നു ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘം വാൾ ഉപയോഗിച്ച് 2 പേരെയും വെട്ടിയത്. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിന്റെ തൃശൂർ വെളപ്പായലെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത്. പരുക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘമാണ് സുനിലിനെയും അജീഷിനെയും ആക്രമിച്ചത്. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. സുനിലിന്റെയും അജീഷിന്റെയും പരുക്ക് ഗുരുതരമല്ല. ഇരുവരുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ. വ്യത്യസ്തമായ ഒരു ലഹരി കച്ചവട വാർത്തയിലേക്കാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ച് MDMA വിൽക്കുന്ന 2 അംഗ സംഘം വളാഞ്ചേരിയിൽ പിടിയിലായി. 23 ഗ്രാം MDMAയുമായിട്ടാണ് ആദവനാട് തിരുവേഗപ്പുറ സ്വദേശികളായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തത്. ആവശ്യക്കാർക്ക് MDMA നൽകാൻ എത്തിയപ്പോഴായിരുന്നു ഈ അറസ്റ്റ്. നേരിട്ട് MDMA ആവശ്യക്കാർക്ക് നൽകാതെ ഓൺലൈനായി MDMA വ്യാപാരം നടത്തുന്ന 2 പേരെയാണ്
വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആവശ്യക്കാർക്ക് പണം ഓൺലൈനായി സ്വീകരിച്ച MDMA വിൽപ്പന നടത്തുന്ന തിരുവേഗപ്പുറ സ്വദേശികളായ 2 യുവാക്കളെയാണ് മയക്കുമരുന്ന് സഹിതം പിടികൂടിയത്. തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി തച്ചറക്കുഴിയിൽ വീട്ടിൽ ഷിബിൻ അർഷാദ, തിരുവേഗപ്പുറ ഞാവലിങ്കാട് സ്വദേശി കല്ലുവെട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. വളാഞ്ചേരിക്കടുത്ത് ആദവനാട് മാട്ടുമല്ലിൽ നിന്നാണ് 23 ഗ്രാം MDMAയുമായി ഇരുവരെയും വളാഞ്ചേരി പോലീസ് സംഘം പിടികൂടിയത്. വാഹനം പരിശോധനയുടെ 2 ചെറുപ്പക്കാരെ തടഞ്ഞു വയ്ക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു MDMA വളാഞ്ചേരി മാട്ടുപള്ളി എന്ന പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത്. ഉടൻ തന്നെ SIനെ വിളിച്ചു പറഞ്ഞതിൽ ഞാൻ എൻ്റെ ASI സജികുമാർ, അതേപോലെ തന്നെ SCPO കിഷോർ, ഡ്രൈവർ സബീഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തിരഞ്ഞു, നാട്ടുകാരെയും കൂട്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ MDMA പൊടി കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആവശ്യക്കാർക്ക് നേരിട്ടെത്തിച്ചു നൽകാതെ ഓൺലൈനായാണ് ഇരുവരുടെയും വ്യാപാരം. ഗൂഗിൾ പേ വഴി പണം കൈമാറുന്ന ആവശ്യക്കാർക്ക് MDMA നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി വച്ച ശേഷം പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്ത് ആവശ്യക്കാർ അവിടെ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രതികളുടെ വിൽപ്പന രീതി. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ DYSP AJ ജോൺസന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തേക്ക് കള്ളപ്പണവും ലഹരി വസ്തുക്കളും വൻതോതിലാണ് കടത്തുന്നത്. പാലക്കാട് വാളയാറിൽ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും ഉടമസ്ഥനില്ലാത്ത നിലയിൽ ഹാഷിഷ് ഓയിൽ പിടികൂടി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. 1 കിലോ 100 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടിച്ചെടുത്തത്. എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന എയർബസിന്റെ പിറകുവശത്തെ ലഞ്ച് ബാഗിലായിരുന്നു ഹാഷിഷ് ഓയിൽ. ഉടമസ്ഥനില്ലാത്ത നിലയിൽ 1 കിലോ 100 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, ഷിബു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജീവ്, വിവേക്, മുഹമ്മദ് ഫിറോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ കർശന പരിശോധനയാണ് പാലക്കാട് ജില്ലയിൽ നടക്കുന്നത്. അതിർത്തി കേന്ദ്രീകരിച്ചാണ് എക്സൈസ് പോലീസ് സംഘങ്ങൾ സംയുക്തമായി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ വൻതോതിൽ കഞ്ചാവടക്കം പിടികൂടിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ചെറുതോണിയിൽ 3 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ഇടുക്കി സ്വദേശി വടക്കേടത്ത ഷിബുലാലാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3.17 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മുൻപും ഇയാൾ ഇത്തരം പല കേസുകളിലും പ്രതിയാണ്. രഹസ്യവിവരത്തെ തുടർന്ന് വീട്ടിൽ പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പതിവുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇടുക്കി ചെറുതോണി മരിയപുരം മേഖലകളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് വിവരം. ഇയാളുടെ പേരിൽ മുൻപ് കൊലപാതക ശ്രമത്തിനും കേസുണ്ടായിരുന്നു. മാസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ KV, പ്രിവന്റീവ് ഓഫീസർ ഷിജു PK എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി പൂർത്തിയാക്കിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.
ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ സ്കൂളിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും സന്ദർശനം നടത്തി. അപകടം യാദൃശ്ചികമല്ലെന്നും സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ 4 വയസ്സുകാരി ഹെയ്സൽ ബസ് കയറി മരിച്ചത് സ്കൂൾ അധികൃതർ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതിനാലാണെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. അപകടം യാദൃച്ഛികമായി ഉണ്ടായതല്ല, സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമാണെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം KK ഷാജു പറഞ്ഞു. ഇതൊരു യാദൃച്ഛികമായ സംഭവം ആയിട്ട് കാണാൻ പറ്റില്ല. ആ പ്രോട്ടോകോളിൽ വന്ന വീഴ്ചയാണ്. കുട്ടികൾ, പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികൾ ഇറങ്ങി ബസ് മൂവ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഒരു കുട്ടി കൂടി ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ടെടുക്കാൻ പാടില്ലാത്തതാണ്. അത് യഥാർത്ഥത്തിൽ അത് ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പലിനാണ്. അതെല്ലാ ആഴ്ച ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ഒരു സംവിധാനമാണ്. അത് കുറേ ശീലമാകുമ്പോൾ കണ്ടീഷൻഡായി എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു വിഷയമല്ലാതെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലൈഫ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ശ്രദ്ധക്കുറവ് സ്കൂളിന്റെ ഭാഗത്തുണ്ടായി. വാഹനം സ്കൂൾ അങ്കണത്തിൽ കയറിയാൽ കുട്ടികൾ ഇറങ്ങി എല്ലാവരും ക്ലാസ് റൂമിൽ കയറിയതിനു ശേഷം മാത്രമേ ബസ് പുറത്തേക്ക് കൊണ്ടുപോകാവൂ എന്നാണ് നിയമം. ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ പ്രിൻസിപ്പലിന്റെ ഉത്തരവാദിത്തമാണ്. ഗിരിജ്യോതി സ്കൂളിൽ ഇതൊന്നും ഉണ്ടായില്ല. CCTV പ്രവർത്തനരഹിതമായെന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ലെന്നും ഇക്കാര്യം പ്രത്യേകം പരിശോധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ പൈനാവ് സ്വദേശി MS ശശിയെ ഇടുക്കി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം സൃഷ്ടിച്ചതിനും സ്കൂൾ അങ്കണത്തിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ബംഗളൂരുവിൽ ATMലേക്ക് പണവുമായി പോയ വാഹനത്തിൽ നിന്ന് 7 കോടി രൂപ തട്ടിയ കേസിൽ പോലീസ് കോൺസ്റ്റബിളും കസ്റ്റഡിയിലായി. കർണാടക ഗോവിന്ദപുരം സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അണ്ണപ്പ നായിക്കാണ് കസ്റ്റഡിയിലുള്ളത്. തെക്കൻ ബംഗളൂരുവിൽ ബുധനാഴ്ചയായിരുന്നു ഈ വൻ കവർച്ച. HDFC ബാങ്കിൽ നിന്ന് ATMകളിൽ പണം നിറയ്ക്കാൻ പോയ വാഹനം തടഞ്ഞു നിർത്തിയാണ് കവർച്ച. RBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന എത്തിയ സംഘം വാൻ നിർത്തുകയും വ്യാജ ID കാർഡ് കാണിച്ച് ജീവനക്കാരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വാനിലെ പണവും ജീവനക്കാരെയും മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഡയറി സർക്കിളിന് സമീപത്ത് വെച്ച് ജീവനക്കാരെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. പിന്നീട് ഗ്രേ കളർ ഇന്നോവ കാറിൽ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ബെന്നാർഘട്ട ഭാഗത്തേക്ക് പോയ ഈ വാഹനം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. പോലീസ് ഊർജിതമായി നടത്തിയ അന്വേഷണം ഒടുവിൽ കർണാടക ഗോവിന്ദപുരം സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അണ്ണപ്പ നായിക്കിലേക്കെത്തി. കവർച്ചാ സംഘത്തെ പിടികൂടാൻ സിറ്റി സൗത്ത് പോലീസ് DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. കോൺസ്റ്റബിൾ അണ്ണപ്പ നായിക് കസ്റ്റഡിയിലായതോടെ മറ്റു പ്രതികളെയും എത്രയും വേഗം പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പ്രതികൾ തട്ടിയെടുത്ത 7 കോടി രൂപയും കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള A. പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതെന്നും റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത്
ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണ് ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഗൂഢാലോചനയുടെ പിന്നിലെന്ന നിഗമനത്തിലേക്കാണ് SIT എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാറും നേരത്തെ നൽകിയ മൊഴിയിൽ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി വീണ്ടെടുത്ത ശേഷമാണ് പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം പത്മകുമാർ അധ്യക്ഷനായിരിക്കെ ഈ സ്വർണം ഇവിടെ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വാതിൽപ്പാളിയും സ്വർണ്ണപ്പാളിയും അടക്കം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ബോർഡ് അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ചർച്ച നടന്നത്. പക്ഷേ ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. കൃത്യമായ കീഴ്വഴക്കങ്ങൾ ഇല്ലാതെ ഈ വാതിൽപ്പാളിയും കട്ടളപ്പാളിയും അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാട് ബോർഡ് അംഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അതോടെ ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെ ഈ കാര്യം താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി നടപ്പാകില്ല എന്ന് മനസ്സിലാക്കിയ പത്മകുമാർ പിന്നീട് ഉദ്യോഗസ്ഥ സഹായം, അതായത് സുധീഷ് കുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും സഹായം തേടുകയായിരുന്നു. അങ്ങനെയാണ് ചെമ്പിൽ സ്വർണം പൂശിയ ചെമ്പ എന്നുള്ളിടത്ത് സ്വർണം പൂശിയ എന്ന വാക്ക് മാറ്റി ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തി മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാണിച്ച് അവിടെ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയുടെ മുഴുവൻ കേന്ദ്രബിന്ദു എ പത്മകുമാറാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് SIT ഇപ്പോൾ എത്തുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ മന്ത്രി കൂടിയായ 2019 ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു വിശദാംശങ്ങളും നിലവിൽ ലഭ്യമല്ല എന്നാണ് SIT വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഇനി അങ്ങോട്ട് അന്വേഷണം ഏത് ദിശയിലായിരിക്കും പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് വിവരം. അതിനിടെ മുൻ ദേവസ്വം കമ്മീഷണറായ N വാസുവിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പരാതിക്കാരന് മുൻകൂർ അനുമതി തേടിയ ശേഷം വീണ്ടും പരാതി നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസകരമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ തുടരന്വേഷണമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു, ഹർജിയിൽ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ADGPക്കെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് കോടതി അത് പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി നടപടിയെടുത്തത്. മാത്രമല്ല, MR അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തിയത്, അതായത് മാനുവൽ പാലിക്കാതെയാണ് കോടതി അത് വിജിലൻസ് അന്വേഷണം നടത്തിയത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇതിൻ്റെ വാദം നടക്കുമ്പോൾ കോടതി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. മാത്രമല്ല, അജിത് കുമാർ വസ്തു വാങ്ങിയതിന് ഉപയോഗിച്ച പണം എവിടുന്നാണ്, അജിത് കുമാറിൻ്റെ വരവും അതല്ലെങ്കിൽ കയ്യിലുള്ള പണവും തമ്മിലുള്ള ആനുപാതികമായ കണക്ക് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വിജിലൻസ് പരിശോധിച്ചിട്ടില്ല. ഒരു MLAയുടെ ആരോപണങ്ങൾ മാത്രമാണ് മുന്നിലുള്ള അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് നൽകുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന യാതൊരു രേഖകളും കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിൻ്റെതാണ് വിധി. എന്തായാലും MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. അതുമാത്രമല്ല, കീഴ്ക്കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ചും വിജിലൻസ് മാനുവൽ പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത് മാത്രമല്ല, ഈ
വിജിലൻസ് നേരത്തെ MR രാജ്കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ക്ലീൻ ചിറ്റ് നൽകിയിട്ടാണ് വിജിലൻസ് കോടതി ഈ MR രാജ്കുമാറിനെ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി, അതായത് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ തന്നെ എങ്ങനെയാണ് അജിത് കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്. ഉടുപ്പി ഷിപ്പ്യാർഡിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനം നടത്തി 2 പേർ അറസ്റ്റിലായി. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലുകളെ സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ ഇരുവരും കൈമാറിയെന്നാണ് സൂചന. ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള പ്രതികളെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്യും. കൊച്ചി ഷിപ്പ്യാർഡിന്റെ 2 യൂണിറ്റുകളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഒന്ന് കൊച്ചിയിലും രണ്ടാമത്തേത് ഉടുപ്പിയിലും. കൊച്ചി ഷിപ്പ്യാർഡിൽ കപ്പൽ നിർമ്മാണവും ഉടുപ്പിയിൽ തക്ബോട്ട് നിർമ്മാണവുമാണ് നടക്കുന്നത്. ഉടുപ്പി മൽപ്പയിലെ കൊച്ചി ഷിപ്പ്യാർഡിൽ ജീവനക്കാരായിരുന്നു പ്രതികളായ രോഹിതും സാൻഡ്രിയും. രോഹിത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ അനന്താറാം ഫാട്പുറ സ്വദേശിയാണ്. സാൻഡ്രി സുൽത്താൻപൂർ ജില്ലയിലെ ഹാഞ്ഞാബാദ് മൈതാൻ സ്വദേശിയാണ്. കഴിഞ്ഞ 18 മാസത്തോളമായി ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായാണ് കണ്ടെത്തൽ. കൊച്ചി ഷിപ്പ്യാർഡ് സിഇഒയുടെ പരാതിയിലാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തത്. കപ്പലിന്റെ നമ്പറുകളെക്കുറിച്ചും നിർമ്മാണ രീതികളെക്കുറിച്ചും ഇരുവരും വാട്സാപ്പ് വഴിയും FB മെസഞ്ചർ വഴിയും ചോർത്തി നൽകിയെന്നതാണ് കേസ്. ഇന്ത്യൻ നേവിക്കായി നിർമ്മിക്കുന്ന കപ്പലുകളെക്കുറിച്ചും സ്വകാര്യ ഏജൻസിക്കുള്ള കപ്പലിനെക്കുറിച്ചും വിവരം പങ്കുവച്ചുവെന്ന് കണ്ടെത്തി. ಅನ್ವೇಷಣೆ ವಿವರങ്ങൾ ಉಡುಪಿ ಜಿಲ್ಲಾ ಪೊಲೀಸ್ ಸೂಪರಿಂಟ್ ಹರಿಶಂಕರ್ ಸ್ಥಿರೀಕರಿಸಿತು. ತನಿಖೆ ಮಾಡಿದಾಗ ಇಬ್ಬರು ವ್ಯಕ್ತಿಗಳು ಇದೇ ರೀತಿ ನಮ್ಮ ಒಫಿಷಿಯಲ್ ಸೀಕ್ರೆಟ್ಸ್ ಅಂತ ಹೇಳುವಂಥದ್ದು ಏನು ನೇವಿ ಶಿಪ್ಗಳದ್ದು ಹಾಲ್ ನಂಬರು ಮತ್ತು ಇತರ ಡೀಟೇಲ್ಸು ಅದರದ್ದು ರಿಪೇರ್ ಶೆಡ್ಯೂಲು ಈ ಥರ ವಿಚಾರಗಳು ವಾಟ್ಸಾಪ್ ಮತ್ತು ಫೇಸ್ಬುಕ್ ಮುಖಾಂತರ ಕೆಲ ವ್ಯಕ್ತಿಗಳಿಗೆ ಶೇರ್ ಮಾಡಿದಾಗ ಕಂಡು ಬಂದಿದೆ. ಒಂದು ಎರಡನೇದು ಬರೀ ಶೇರ್ ಮಾಡಿದಷ್ಟೇ ಅಲ್ಲ, ಅದಕ್ಕೋಸ್ಕರ ಅವರು ದುಡ್ಡು ಸಹ ಪಡ್ಕೊಂಡಿದ್ದಾರೆ ಅಂತಲೂ ನಮ್ಮ ಪ್ರಾಥಮಿಕ ತನಿಖೆಯಲ್ಲಿ ಕಂಡು ಬಂದಿದೆ. പ്രതികളെ NIA വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരി സംഘങ്ങളുടെ തേർവാഴ്ചയും തുടരുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കൊച്ചിയിലെ യുവതി നേരിട്ട കൊടിയ പീഡനവും തൃശൂരിലെ വാഹന ഉടമ അല്പനേരമാണെങ്കിലും നേരിട്ട ആ മരണഭീതിയും ചില ഓർമ്മപ്പെടുത്തലുകളാണ് നൽകുന്നത്. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു.